ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച ഉടൻ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാക്കി ലോകരാജ്യങ്ങൾ. ഏതൊരു തീരുമാനവും ഈ മാസാവസാനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. നിലവിലെ യെല്ലോ ലൈൻ ആയിരിക്കും ഗസയുടെ പുതിയ അതിർത്തിയെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഇയൽ സാമിർ. അംഗീകരിക്കില്ലെന്ന് ഫലസ്തീൻ സംഘടനകൾ. രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് തിരക്കിട്ട നീക്കം നടക്കുന്നു. വെടിനിർത്തൽ നിരീക്ഷിക്കാൻ അതിർത്തിയിൽ UN സമാധാന സേനയെ വിന്യസിക്കുന്നതിനെ ഹമാസ് പിന്തുണയ്ക്കും. ജയിലിൽ കഴിയുന്ന ഫലസ്തീൻ നേതാവ് മർവാൻ ബർഗൂത്തിയെ വധിക്കാനുള്ള നീക്കം ചെറുക്കണമെന്ന് ഫലസ്തീൻ പ്രിസണേഴ്സ് സൊസൈറ്റി. MC നാസർ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നാസർ, രണ്ടാം ഘട്ടത്തിന്റെ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കണമെന്ന ആവശ്യം ലോകരാജ്യങ്ങൾ ശക്തമാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കാമെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. അതിന് പിന്നിൽ എന്താണ് വിശദാംശങ്ങൾ, എന്തൊക്കെയാണ്? ജിന, ഈ മാസം 29-നാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുക എന്ന് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. വൈറ്റ് ഹൌസിൽ നടക്കുന്ന ആ ചർച്ചയിൽ ട്രംപുമായി ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും വിശദമായിട്ടുള്ള ചർച്ച നടത്തുക എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നുണ്ട്. എന്തായാലും രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ചർച്ചയായിരിക്കും വൈറ്റ് ഹൌസിൽ ഈ മാസം 29-ന് നടക്കുക എന്ന കാര്യത്തിൽ തീർപ്പായിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൌസും അതോടൊപ്പം തന്നെ ഇസ്രായേൽ നേതൃത്വവും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ്. ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്നത് ഈ രണ്ടാം ഘട്ട ചർച്ചയിൽ ഏതൊക്കെ രീതിയിലുള്ള സമീപനമായിരിക്കും, ഏതൊക്കെ ഉപാധികളായിരിക്കും ഇസ്രായേൽ മുന്നോട്ട് വെക്കുക എന്നതാണ്. നേരത്തെ തീരുമാനിച്ച പ്രകാരം ഗസയിൽ ഒരു സമാന്തര ഭരണ സംവിധാനം ആദ്യം വരേണ്ടതുണ്ട്. ആ ഭരണ സംവിധാനത്തിന് ചുവടെയായിരിക്കും അന്തർദേശീയ സേനയുടെ വിന്യാസം നടക്കേണ്ടത്. അതിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ഗസയിലെ ഈ വെടിനിർത്തൽ ഇനി നീളേണ്ടത്. പക്ഷേ ഈ ആദ്യഘട്ട വെടിനിർത്തലിൽ സംഭവിച്ചതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള ലംഘനങ്ങൾ, ആ വെടിനിർത്തലിന്റെ ചൈതന്യത്തിന് വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ, അത് ഇസ്രായേൽ തുടരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ടാം ഘട്ടം എന്നത് കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. അത് ഒഴിവാക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തർ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഈ ഒരു വെടിനിർത്തൽ കരാർ ഇനിയും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ തുടർന്നുള്ള സമീപനം, ഇപ്പോഴുള്ള ആദ്യഘട്ട വെടിനിർത്തലിൽ ഉള്ള അതേ സമീപനം തന്നെ ഇസ്രായേൽ തുടരുകയാണെങ്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുക എന്നത് കൂടുതൽ ദുഷ്കരമായിരിക്കും. ഒരുപക്ഷെ വീണ്ടും ഗസയിൽ ആക്രമണം ആരംഭിക്കാനുള്ള ഒരു നീക്കം ഇസ്രായേൽ ഏർപ്പെടുമെന്ന ആശങ്ക കൂടി ഈ ഘട്ടത്തിലും നിലനിൽക്കുകയാണ്. ജിന, അതാണ് നാസർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ട വെടിനിർത്തൽ ചർച്ച അല്ലെങ്കിൽ വെടിനിർത്തൽ വന്നതിന് ശേഷവും തുടരെ ഇസ്രായേലിന്റെ ആക്രമണം ഗസയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടം എത്രത്തോളം പ്രായോഗികമാകുമെന്നതിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഖത്തർ അടക്കം ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം സമ്മർദ്ദമാണ് ഈ വിഷയത്തിൽ ഇസ്രായേലിന് മേൽ ലോകരാജ്യങ്ങൾ ഏൽപ്പിക്കുന്നത്? എന്തെങ്കിലും ഫലം കാണാനുള്ള ഒരു സാധ്യതയുണ്ടോ? ജിന, സമ്മർദ്ദം വളരെ ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും നേരത്തെ തന്നെ തങ്ങളുടെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം 600-ലധികം തവണയാണ് ഈ 2 മാസമായി നീളുന്ന ഈ വെടിനിർത്തൽ നിരന്തരമായിട്ട് ലംഘിക്കാനുള്ള ഒരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന്റെ ഭാഗമായി 370-ലധികം പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിൽ തന്നെ 80-ലധികം കുട്ടികൾ ഉൾപ്പെടുന്നതായിട്ടുള്ള ഏറ്റവും ഭീതിതമായിട്ടുള്ള ഒരു അവസ്ഥ കൂടി നാം കണ്ടു. അതോടൊപ്പം തന്നെ അതിലേറെ സ്ത്രീകളും ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. തികച്ചും നിരപരാധികളായിട്ടുള്ള മനുഷ്യരെയാണ് ഈ വെടിനിർത്തൽ നിലനിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഇസ്രായേൽ ക്രൂരമായിട്ട് കൊന്നൊടുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് 1000-ഓളം പേർക്ക് പരിക്കേറ്റ ഒരു സാഹചര്യം മറുവശത്ത്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ പോലും ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിക്കണമെന്ന ഈ കരാറിന്റെ വ്യവസ്ഥ അത് പാലിക്കാൻ പോലും ഇസ്രായേൽ ഇനിയും തയ്യാറായിട്ടില്ല. വളരെ ചുരുങ്ങിയ 100-നും ചുവടെ ട്രക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഗസയിലേക്ക് അനുവദിച്ചിരിക്കുന്നത്. റഫ അതിർത്തി തുറക്കണമെന്ന ഈ കരാറിൽ പറഞ്ഞ കാര്യം ഇതുവരെ നടപ്പായിട്ടില്ല. ഏറ്റവും അവസാനമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഈജിപ്തിലേക്ക് ഈ റഫ അതിർത്തിയിലൂടെ ആർക്ക് വേണമെങ്കിലും പോകാം, പക്ഷേ അവർക്ക് ഒരിക്കലും തന്നെ തിരിച്ച് ഗസയിലേക്ക് വരാനുള്ളൊരു അനുമതി ഉണ്ടാകില്ല എന്നതാണ്. അത് തികച്ചും നീതിവിരുദ്ധമായിട്ടുള്ള വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ്. അത്തരമൊരു സമീപനം തുടരുന്നതിന്റെ അർത്ഥം എന്നത് ഗസയിൽ നിന്ന് ഈ പലസ്തീൻ ജനതയെ സാധ്യമാവുന്ന എല്ലാ രൂപത്തിലും പുറന്തള്ളുക എന്ന ആസൂത്രിതമായിട്ടുള്ള ലക്ഷ്യമാണ്. ഇത് അംഗീകരിക്കാനാവില്ല
ഉണ്ടാവില്ല എന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവർ അക്കാര്യം അമേരിക്കൻ നേതൃത്വത്തെയും യൂറോപ്യൻ യൂണിയനെയും ധരിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ 29 നടക്കുന്ന വൈറ്റ് ഹൌസ് കൂടിക്കാഴ്ചയിൽ ട്രംപ് എന്ത് നിലപാട് സ്വീകരിക്കും, ഈ കരാർ അതിൻ്റെതായിട്ടുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോകണമോ, ഈ മേഖലയിലും ഗസയിലും സമാധാനം നിലനിൽക്കണമോ എന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യത്തിന് അമേരിക്ക നൽകുന്ന ഒരു ഉത്തരത്തെ കൂടി ആശ്രയിച്ചായിരിക്കും ഇസ്രായേൽ ഇനി ഇതിൽ ഏത് നിലപാട് കൈക്കൊള്ളുമെന്ന കാര്യത്തിൽ പിന്നെ ഒരു തീരുമാനമുണ്ടാവുക. എന്തായാലും തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ ഏറ്റവും കടുത്ത നിലപാട്, ആ നിലപാടിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പോലും നെതന്യാഹു നിലയുറപ്പിച്ചിരിക്കുന്നത്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഒരു നിലയ്ക്കും അനുവദിക്കാനാവില്ലെന്ന് ഇന്നും നെതന്യാഹു പ്രതികരിക്കുകയുണ്ടായി. ഇത്തരമൊരു സാഹചര്യത്തിൽ എത്ര കണ്ട് ഫലസ്തീൻ താൽപര്യങ്ങളെ സംരക്ഷിക്കാൻ ഈ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിന് സാധിക്കുമെന്ന ആശങ്ക തന്നെയാണ് ഈ ഘട്ടത്തിലും നിലനിൽക്കുന്നത്. ജീന. ശരി നാസർ, ഏതായാലും ഗസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ഉടൻ വേണം, ചർച്ച നടക്കണമെന്നാണ് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കൂ എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. MC നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്.